പുറത്ത് മഞ്ഞിന്റെ സ്ഫടികം, അകത്ത് മനസ്സിന്റെ സ്ഫടികശുദ്ധി. ലോകനാഥനായ മഹാദേവന്റെ കൈലാസത്തെ ആത്മീയമായും ഭൗതികമായും തൊട്ടറിഞ്ഞ കൈലാസി ശ്രീമാൻ മധുസൂദനൻ ചേട്ടൻ. ചേട്ടനാണ് നമ്മുടെ ഇന്നത്തെ സല്യൂട്ട് ഭാരതിന്റെ ഈ പ്രത്യേക പോഡ്കാസ്റ്റിലെ അതിഥി. സല്യൂട്ട്. സല്യൂട്ട്. ഇത് നമ്മുടെ സല്യൂട്ട് ഭാരതിന്റെ ഒരു ശൈലിയാണ്. ഭാരതത്തെ സല്യൂട്ട് ചെയ്യുക, ആദരവോടുകൂടി കാണുക, ആ ഭാരതത്തിന്റെ ബഹുമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്നതാണ് ഞങ്ങളുടെ ശൈലി. നമ്മൾ ഈ പറയുന്ന പോലെ ഭാരതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വ്യക്തികളെയും അല്ലെങ്കിൽ ബഹുമുഖ വ്യക്തിത്വങ്ങളെയും ആദരിക്കുക, അതിലൂടെ അവരുടെ അനുഭവങ്ങളെ തിരിച്ചറിയുക, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നൊക്കെയാണ് നമ്മുടെ ഒരു രീതി. കൈലാസത്തെ തൊട്ടറിഞ്ഞൊരു വ്യക്തിയാണ്, ഞങ്ങളുടെ ആദ്യത്തെ അതിഥിയുമാണ്. എങ്ങനെയാണ് നമുക്ക് LMRKയുടെ ഒരു പ്രവർത്തനത്തെ തൊഴിലൂടെ തുടങ്ങാം? LMRKയായിട്ടുള്ള ബന്ധം സത്യത്തിൽ ആരംഭിക്കുന്നത് രജിത്ജിയുടെ ആദ്യത്തെ പുസ്തകം അതിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിൽ കിട്ടുന്നതോട് കൂടിയിട്ടാണ്. ഞാനത് കഴിഞ്ഞ വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എൻ്റെയും ഒരു പൊതു സുഹൃത്ത് ബഹ്റിനിലുള്ള രഞ്ജിത് കുമാർ വഴിയാണ് ആ പുസ്തകം എന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിലൊന്നും തന്നെ ഇത്തരത്തിലുള്ളൊരു സങ്കല്പത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻഡ്യൂഷൻ വരുന്നു, ആ ഇൻഡ്യൂഷൻ നടപ്പിലാവുന്നു എന്നുള്ള രീതിയിലാണ് ആ പുസ്തകം മുന്നോട്ട് പോകുന്നത്. തുടക്കത്തിൽ ആ പുസ്തകത്തിന്റെ ഒരു കെട്ടും മട്ടും അതിന്റെ ഭാഷയൊക്കെ ഞാൻ അങ്ങനെ ഒരുപാട് വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്, അങ്ങനെ ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആദ്യത്തെ 2-3 ചാപ്റ്ററുകൾ വായിച്ചപ്പോൾ എനിക്കതൊരു വലിയ താല്പര്യം ഉളവാക്കുന്ന ഒരു പുസ്തകമായിട്ട് തോന്നിയില്ല. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുരുകൻ ഈ അത്ഭുതങ്ങൾ ഉരുക്കഴിച്ചു കൊണ്ടുവരുന്ന രീതി മനസ്സിലായപ്പോൾ ആ പുസ്തകം താഴെ വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തെ പറ്റി നമ്മൾ അറിയുന്നതും അന്ന് മുതൽ തന്നെ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ അതിലൊരു വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് അതേ പുസ്തകത്തിന്റെ 15ാം പതിപ്പിന്റെ പ്രകാശനം നടന്നപ്പോൾ ആ 15ാം പതിപ്പിന്റെ ആദ്യ പുസ്തകം ഏറ്റുവാങ്ങാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്കുണ്ടായി. അപ്പൊ ആ പുസ്തകവും ഞാനിപ്പോ രജിത് കുമാർജി ഒപ്പിട്ട് തന്നിരിക്കുന്ന ആ പുസ്തകവും ഞാൻ വളരെ ഒരു വിലപ്പെട്ട നിധി പോലെ എന്റെ പുസ്തക ശേഖരത്തിൽ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രതിയും വെച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ പ്രതിയും വെച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ LMRKനെ ഞാൻ പിന്തുടരുന്നുണ്ട്. പല സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ LMRKയുടെ ഒപ്പം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ മുരുക സൈന്യമാണ്. ഞാൻ മനസ്സിലാക്കിയിരുന്നോളം LMRK മുരുക സൈന്യമാണ്. ആ മുരുകന്റെ യുഗം തിരിച്ചു കൊണ്ടുവരുന്ന, മുരുക കാലഘട്ടം തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന കുമാരി ഖണ്ഡത്തിൽ ഉണ്ടായിരുന്ന സൈനികരാണ് നമ്മൾ. അപ്പൊ സൈനികരുടെ ഭാഷയാണ് സല്യൂട്ട് എന്ന് പറയുന്നത്. സാധാരണക്കാരൻ നമസ്കാരം പറയുന്നതിന് പകരം സൈനികൻ സല്യൂട്ടിയാണ്. സല്യൂട്ടിന് നമസ്കാരത്തെക്കാൾ വലിയ അർത്ഥമുണ്ട്. അപ്പൊ ആ ഒരു തീർച്ചയായും സല്യൂട്ട് ഭാരത് എന്ന പേര് തന്നെ വളരെ അർത്ഥവത്തായിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ അർത്ഥവത്തായിട്ടാണ്. ഇത് ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ വരുമ്പോ. അപ്പൊ അത് അറിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് പരിഭ്രാന്തി ഉണ്ട്. കാരണം LMRKക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇതാണ്. ഒരുപാട് പേര് പ്രതീക്ഷയോടുകൂടി ഒറ്റുനോക്കുന്ന ഒരു ചാനൽ കൂടി ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു സംഭ്രാന്തി എന്റെ ഉള്ളിലുണ്ട്. എന്നിരിക്കലും LMRKയുടെ പ്രവർത്തനങ്ങളെ അകമഴിഞ്ഞ് താല്പര്യത്തോടുകൂടി നോക്കി കാണുകയും പിന്തുടരുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള എനിക്ക് ഞാൻ ഇതും ഭഗവാന്റെ കാരുണ്യത്തിൽ വന്നു ചേർന്ന ഒരു സൗഭാഗ്യമായിട്ടാണ് കണക്കിലെടുക്കുന്നത്. നമുക്കിനി പ്രേക്ഷകരുടെ ആഗ്രഹം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം, ഞങ്ങൾക്കൊന്ന് കൈലാസത്തിൽ പോകണം. നമുക്ക് ഈ പോഡ്കാസ്റ്റിലൂടെ കുറച്ചെങ്കിലും കൈലാസത്തെ പറ്റി ഒന്ന് സംസാരിക്കാം. നമുക്ക് ആദ്യ കൈലാസ യാത്രയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിലെ അത്ഭുതങ്ങളും അല്ലെങ്കിൽ കൈലാസത്തിന്റെ അനുഭവങ്ങളും ശിവനെ തൊട്ടറിഞ്ഞ നിമിഷങ്ങളും ഒന്ന് പറ്റാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് വലിയ ഉപകാരമായിരിക്കും. നമുക്ക് ഞങ്ങളൊക്കെ കൈലാസയാത്ര പോകുമ്പോൾ ഞാൻ എല്ലാ കാലത്തും എല്ലാ ചാനലുകളിലും പറയാറുള്ള കൈലാസയാത്രയെ പറ്റി ഒരുപാട് ഞാൻ പലരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും പറഞ്ഞു തീരാത്ത കണ്ടു തീരാത്ത നമ്മുടെ നാട്ടിൽ പറയുന്ന ആനയും കടലും എത്ര കണ്ടാലും മതിയാവില്ല എന്ന് പറയും. അതിനേക്കാൾ അപ്പുറത്താണ് കൈലാസം. നിങ്ങൾ അവിടെ എത്ര തവണ പോയാലും നിങ്ങൾക്ക് മതിയാവില്ല. 20-25 പ്രാവശ്യം പോയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പിന്നെയും പോകാൻ വേണ്ടി താല്പര്യത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്ഥലമാണ് കൈലാസം. അപ്പൊ ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് കൈലാസത്തിലേക്ക് എത്താൻ നമ്മളൊക്കെ കാരണമായി. ഇപ്പൊ കേരളക്കരയെന്നുള്ള കൈലാസയാത്രയുടെ തീർത്ഥാടനം ഒരു പക്ഷേ സൗത്ത് ഇന്ത്യ എന്നുള്ള തീർത്ഥാടനത്തിന് പ്രധാന കാരണക്കാരനായിട്ട് ഞാൻ എന്നും കണക്കാക്കുന്നത് MK രാമേന്ദ്ര സ്വാമി. കാരണം അതിന് മുമ്പ് പോയിട്ടുള്ളവർ എഴുതിയിരിക്കുന്ന സാഹിത്യങ്ങൾ, കാരണം ഈ പുസ്തകങ്ങളിൽ കൂടിയാണല്ലോ ഈ അറിവുകൾ നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ അന്ന് ഇത്രയും വീഡിയോയ്ക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയ്ക്കോ പ്രചാരമില്ലാത്ത കാലഘട്ടത്താണ്. അപ്പൊ അന്ന് പുസ്തകം തന്നെയാണ് പ്രധാന മാധ്യമം ഇത്തരം വാർത്തകളെ പറ്റി അറിയാൻ. അപ്പൊ ആ പുസ്തകങ്ങള് അദ്ദേഹത്തിന് മുമ്പ് കൈലാസം പോയിരുന്ന ആൾക്കാർ എഴുതിയ പുസ്തകങ്ങളൊക്കെ തന്നെ ഒന്നല്ലെങ്കിൽ അതിന്റെ പണ്ഡിതന്മാരുടെ ഭാഷയായിരുന്നു എന്നുള്ളതുകൊണ്ട് സാധാരണക്കാരിലേക്ക് എത്തിയില്ല. രണ്ടാമത് അവിടെ പോയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പോയ ആൾക്കാരായതുകൊണ്ട് വെറും കേവലം യാത്രികരായി പോയതുകൊണ്ട് ഒരു മല കാണാൻ പോയി എന്നതിനപ്പുറത്തുള്ള ഒരു പ്രാധാന്യം ആ പുസ്തകങ്ങൾക്ക് വന്നിട്ടില്ല. പക്ഷെ എന്താണ് കൈലാസം,
സനാതന ധർമ്മത്തിലെ കൈലാസത്തിനുള്ള പ്രാധാന്യം എന്താണ്, അവിടെ പോകുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങൾ എന്താണെന്നുള്ള രീതിയിൽ വന്ന ആദ്യ പുസ്തകം M.K. രാമചന്ദ്രൻ സാറിന്റെയാണ്. അപ്പൊ ആ M.K. രാമചന്ദ്രൻ സാറിന്റെ പുസ്തകങ്ങളിൽ കൂടിയാണ് കേരളക്കരയും ഒരു പരിധി വരെ സൗത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും ഇവിടെ നിന്നുള്ള സഞ്ചാരം കൂടിയപ്പോഴാണ് മറ്റ് സ്റ്റേറ്റുകൾ ഏറ്റെടുത്തിരിക്കുന്നത് ഈ യാത്ര ആരംഭിച്ചത്. അപ്പൊ അന്ന് കാലത്ത് അദ്ദേഹത്തിന്റെ ഒക്കെ സമയം എന്ന് പറഞ്ഞാൽ 2002 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈലാസം പോവാന്ന് പറഞ്ഞാൽ ശരിക്കും ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. സത്യം. അപ്പൊ ഒരു പരിധി വരെ ആ പുസ്തകങ്ങൾ വായിച്ച് കൈലാസത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ച എന്റെ കാലഘട്ടത്തിലും നമുക്ക് വളരെയധികം അപായ സാധ്യതകളുള്ള ഒരു യാത്ര തന്നെയായിരുന്നു കൈലാസ യാത്ര. ഒരുപാട് ശാരീരിക ക്ഷമതകൾ വേണം. ഒരു 30 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പദയാത്രയാണ് കൈലാസ യാത്ര എന്ന് പറയുന്നത്. ഇന്ന് കൈലാസത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയുണ്ട്. കൈലാസത്തെ പറ്റി ചോദിച്ചാൽ ഇന്ന് ആർക്കും അറിയാം കൈലാസത്തിനെ പറ്റി. അപ്പൊ കൈലാസത്തെ പറ്റി അറിവ് പകർന്നു തുടങ്ങി എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ലക്ഷണമാണ്. അപ്പൊ നമ്മുടെ പുസ്തകത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ പുസ്തകം മാത്രം വായിച്ച് മനസ്സിൽ സങ്കല്പിക്കേണ്ടിയിരുന്ന പല സാധനങ്ങളുടെയും നമുക്ക് ഇന്ന് റീലുകൾ കിട്ടും. അപ്പൊ കുറേയും കൂടിയും റിയലിസ്റ്റിക് ആണ് ഇന്നത്തെ ആൾക്കാരുടെ കൈലാസത്തിനെ കുറിച്ചുള്ള സ്വപ്നം. അതേസമയം അവിടെ പോകാനുള്ള യാത്രാ സംവിധാനങ്ങളെല്ലാം തന്നെ വളരെയേറെ മികച്ചതായിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് ആ പ്രദേശത്ത് വന്നിരിക്കുന്ന ഡെവലപ്മെന്റുകൾ, അപ്പൊ ശാരീരിക ശേഷി പണ്ടുള്ളതിനേക്കാൾ കുറവുള്ള ആൾക്കാർക്ക് പോലും ഇന്ന് കൈലാസ യാത്ര പോകാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൈലാസം പോകുമ്പോൾ അത് ഒരു സാധാരണ മല കാണാൻ പോകുന്ന ഒരു യാത്ര അല്ലെങ്കിൽ ഒരു ട്രക്കിംഗ് യാത്രയെ ആവാതെ നോക്കേണ്ട ഉത്തരവാദിത്തം പോകുന്നവർക്കുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് സ്വപ്നം കാണുന്നതുകൊണ്ട് വിരോധമില്ല, നിങ്ങൾക്ക് പോകാൻ വേണ്ട യാത്രാ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇന്നത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്, സാമ്പത്തികമായിട്ട് വളരെയധികം ചെലവ് വരുന്ന ഒരു യാത്രയാണ്. എന്നിരിക്കലും അവിടെ എത്തിച്ചേരാനുള്ള സംവിധാനങ്ങൾ പഴയ കാലത്തിനേക്കാൾ കുറേ കൂടി ലഘൂകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ എളുപ്പമില്ല. ഇനി പോകുന്ന സമയത്ത് അത് ഏത് അർത്ഥത്തിൽ പോകണം എന്നുള്ളത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. നിങ്ങൾക്ക് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പോവാം, അതല്ല അതിലേക്ക് ലീനമായി കൊണ്ടുപോകാം, ഭക്തി ഉപയോഗിച്ചുകൊണ്ട് പോവാം. ആ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് ഓരോ യാത്രക്കാരന്റെയും ഉത്തരവാദിത്തമാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ കൈലാസ യാത്രയ്ക്ക് ഇപ്പോൾ ധാരാളം സംവിധാനങ്ങളുണ്ട്. സർക്കാർ തലത്തിൽ സംവിധാനം നടക്കുന്നുണ്ട്. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ വഴി നേപ്പാൾ വഴിയുള്ള യാത്രാ സംവിധാനം നടക്കുന്നുണ്ട്. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ വർഷത്തെ 2022 കൈലാസ യാത്രയുടെ വിജ്ഞാപനമൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. പക്ഷെ അതിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസം നേപ്പാളിൽ നിന്നുള്ള ട്രാവൽ കൺസോർഷ്യത്തിന് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവര് ഇപ്പൊ അത് ഫൈനൽ ചർച്ചകൾ, മാരത്തോൺ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ വർഷത്തെ യാത്രാ ഷെഡ്യൂൾ പ്രഖ്യാപിക്കപ്പെടും. അപ്പൊ പല ഏജൻസികളിലും ഇപ്പൊ നമ്മുടെ 300ഓളം പേര് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണ്. ഈ ഡിക്ലറേഷൻ വന്നാൽ മറ്റു പ്രൊസീജിയറുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇതാണ് ഇപ്പൊ കൈലാസ യാത്രയെ പറ്റി പൊതുവിലുള്ള ഔട്ട്സൈഡ് ഇൻഫർമേഷൻ. പിന്നീട് അതിന്റെ ആധ്യാത്മിക സൈഡിലേക്കൊക്കെ നമ്മൾ കിടക്കുന്ന സമയത്ത് കൈലാസ യാത്ര പോകുന്നതിന് മുമ്പ് ശാരീരികമായും മാനസികമായും നമ്മൾ തയ്യാറെടുക്കും. നമ്മൾ ആ പ്രദേശത്ത് ഇപ്പൊ നമ്മൾ എന്തിനാണ് ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നത്? എന്താണ് അവിടെ പോയിട്ട് അവിടുത്തെ ശില്പ ഭംഗി കാണാനാണോ? അല്ല. അതല്ല ആ പ്രദേശത്തെ ഭക്ഷണം കഴിക്കാനാണോ? അതോ സ്ഥലം കാണാനാണോ? അങ്ങനെയല്ല. നമ്മൾക്ക് പലർക്കും എന്ന് വെച്ചാൽ പലരും പോകുന്നുണ്ട് സ്ഥലങ്ങളിലേക്ക്, പക്ഷെ അത് എന്തിനാണെന്നില്ല. നമുക്കൊരു പ്രത്യേകമായി എനർജിയുള്ള പ്രദേശങ്ങള്, നമ്മളെക്കാൾ കൂടുതൽ ഈ മേഖലയിൽ അറിവുണ്ടായിരുന്ന നമ്മുടെ പിതാമഹന്മാര് മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ പോകുമ്പോൾ അവിടെ നിന്നുള്ള എനർജി നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അതിന് വേണ്ട പാകത നമ്മുടെ ശരീരത്തിന് വരുത്തിയിട്ട് മനസ്സിന് വരുത്തിയിട്ട് നമ്മളവിടെ പോകാം. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ പോകുന്ന യാത്ര കൊണ്ട് ഗുണം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൈലാസ യാത്ര അംഗങ്ങളെയൊക്കെ നമ്മൾ ആ രീതിയിൽ മാനസികമായും ശാരീരികമായ വ്യായാമ മുറകൾ പ്രായം തിരിച്ചു കൊടുത്ത് അതിന്റെ വീഡിയോസ് അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് വ്യായാമം ചെയ്യിപ്പിച്ച് കൈലാസ യാത്രയുടെ അടുത്ത ഒരു മാസത്തിന്റെ ഉള്ളിൽ ആധ്യാത്മികമായ ക്ലാസ്സുകൾ കൂടി അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ മാത്രമല്ല നമ്മുടെ ബ്രീഫിംഗ് 2 തലത്തിൽ ബ്രീഫിംഗ് നടക്കും. ഡൽഹിയിൽ നടക്കും, നേപ്പാളിൽ നടക്കും. ഇതിലൊക്കെ തന്നെ നമ്മൾ യാത്രയുടെ ആധ്യാത്മിക വശത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അപ്പൊ ആ ഒരു അവസ്ഥയിൽ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ അർത്ഥവത്തായ ഒരു യാത്രയായി മാറും. ഇനി യാത്രാ അറേഞ്ച്മെന്റുകളെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല, കാരണം അതെല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. യാത്ര പോകുന്നത് നേപ്പാൾ വഴി പോകുന്നുണ്ട്. ഇന്ത്യയുടെ യാത്രയുടെ ഇതുവരെ ഡിക്ലറേഷൻ വന്നിട്ടില്ല. ഗവൺമെന്റ് യാത്ര വഴിയും പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങളൊക്കെ പോയ കാലഘട്ടത്തില് ഇപ്പൊ രാമേന്ദ്ര സാറിന്റെ പുസ്തകം വായിച്ചിട്ട് പോകുന്നവരാണ് ഞങ്ങള്. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഉണ്ടായ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതിയ വഴികൾ കണ്ടറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇന്ന് പലപ്പോഴും നമുക്ക് അത്തരത്തിലുള്ള യാത്ര പോസിബിൾ അല്ല. കാരണം നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ മുഴുവൻ ഡെവലപ്പ് ചെയ്യാതെ കിടന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കാട്ടിലൂടെയുള്ള ഒറ്റവടി പാതകളൊക്കെ നമ്മൾ ചൈനയിലേക്ക് പോയിരുന്നു. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് അതിർത്തി പ്രദേശങ്ങളിലേക്കൊക്കെ സുഗമമായ വാഹന ഗതാഗതം വരാവുന്ന രീതിയിൽ 2014 ശേഷം 2 വ്യത്യസ്ത ഗവൺമെന്റുകൾക്ക് വ്യത്യസ്ത പോളിസി ആയിരുന്നു. 2014 മുമ്പ് ഭരിച്ചിരുന്നവരുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ അതിർത്തികളെ വികസിപ്പിക്കാതെ ഇടുക, അതുകൊണ്ട് അവിടെ ആക്രമണം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളൊക്കെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ
പട്ടാളക്കാർ, ഇന്ത്യൻ പട്ടാളക്കാർ ഈ പറഞ്ഞ പോലെ കുതിരപ്പുറത്തും അല്ലെങ്കിൽ തോളത്തൊക്കെ ആയുധങ്ങളും കാര്യങ്ങളും സാധന സാമഗ്രികളും ഒക്കെ ആയിട്ട് 3 ദിവസം നടന്നിട്ടാണ് ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തിയായിട്ടുള്ള ലിബുലേക്ക് പാസിലേക്ക് എത്തിയിരുന്നത്. നമ്മുടെ കൂടെ തന്നെ അവർ നടക്കുമായിരുന്നു. നമ്മൾ 5-6 ദിവസം കൊണ്ടെത്തും, അവർ 3 ദിവസം കൊണ്ടെത്തും. കായിക ശേഷി കൂടുതലുള്ള ആൾക്കാരാണ്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചൈന അതിർത്തി വരെ നമുക്ക് റോഡായി, അവിടേക്ക് ഏത് വാഹന സൗകര്യം നമുക്ക് മിലിറ്ററിയുടെ നല്ല രീതിയിലുള്ളൊരു സംവിധാനങ്ങൾ അവിടെ വന്നു. അപ്പൊ അതിർത്തി കുറെ കൂടി സുരക്ഷിതമായി. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിലുള്ള റോഡ് വരുമ്പോൾ പിന്നെ മലപാതകളിൽ കൂടി ആരും പോവാത്ത അവസ്ഥ വന്നു. ഒറ്റയടി പാതകളിൽ കൂടെ നടക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് വാഹന സൗകര്യം ഈ പറഞ്ഞ പോലെ ലഭ്യമായി. അങ്ങനെ വരുമ്പോൾ യാത്ര കുറെ കൂടി എളുപ്പമായി. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആ മേഖലയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഹിമാലയത്തിൽ കൂടി മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്ര. അപ്പൊ ഈ യാത്ര എന്ന് പറയുന്നത് ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. സാധാരണ നമ്മൾ പറയാം ഡെസ്റ്റിനേഷൻ ആണോ പ്രാധാന്യം, യാത്രയ്ക്കാണോ പ്രാധാന്യം? രണ്ടും പ്രാധാന്യമുള്ള ഒരു യാത്രയാണ് കൈലാസ യാത്ര. അപ്പൊ കൈലാസ യാത്രയുടെ നമ്മൾ ഈ മലകളിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മാത്രം ശ്വാസോച്ഛ്വാസം കേട്ടുകൊണ്ട് ഈ ഹിമാലയം എന്ന് പറഞ്ഞാൽ എനർജി സെന്റർ ആണ് ശരിക്കും. ഹിമാലയത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ മറ്റുള്ള പർവ്വത നിരകളിൽ പോകുന്ന പോലെയല്ല, ആധ്യാത്മിക ചൈതന്യം കൂടുതലുള്ള ഒരു പർവ്വതമാണ് ഹിമാലയം. അവിടെ പോകുന്നത് തന്നെ നമുക്ക് മനസ്സുഖം തരുന്ന ഒരു അനുഭൂതിയാണ്. അതിൽ കൂടി നമ്മൾ ഒരു മാസത്തോളം സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും കാലത്ത് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് വൈകുന്നേരം അടുത്ത ക്യാമ്പിൽ എത്തുന്നവരെയുള്ള ദൂരം വഴിതെറ്റി പോകാനൊന്നും സാധ്യമില്ല. കാരണം ഒരു വഴിയേ ഉള്ളൂ അവിടെ ആകെ. അപ്പൊ ആ ദൂരം നമ്മൾ ഒറ്റയ്ക്ക് നടന്ന് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ചില പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. അത് ഇപ്പോഴത്തെ യാത്രകൾക്ക് കുറവാണെന്നേ ഉള്ളൂ. പക്ഷെ എന്നിരിക്കലും കൈലാസത്തിന്റെ പ്രഭാവത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. കൈലാസത്തിന്റെ അടുത്ത് പോകുമ്പോൾ മാനസികമായി നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആധ്യാത്മികമായി നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇന്നും അതേ അളവിലുള്ള നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടുന്ന എനർജി അവിടെ ലഭ്യമാണ്. പക്ഷെ ഞാൻ കാണുന്നൊരു സന്തോഷകരമായ കാര്യം, കൂടുതൽ ആൾക്കാർ കൈലാസ യാത്രയ്ക്കായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വരുന്നുണ്ട്. അതായത് ഈ നമ്മുടെ ഈ ആധ്യാത്മിക ദീപം അണയും എന്നുള്ള പ്രതീക്ഷ വെച്ചിരിക്കുന്നവർ നിരാശരാവാനാണ് പോകുന്നത്. കാരണം അത് കൂടുതൽ ആളിക്കത്തുകയാണ്. ഈ അനുഭവം എന്ന് പറയുന്നത് അത് വലിയൊരു സംഭവമാണ്. അപ്പോൾ മധുചേട്ടന് അങ്ങനെയുള്ളൊരു ശിവന്റേതായിട്ടുള്ള അനുഭവങ്ങൾ, സാന്നിധ്യങ്ങൾ എല്ലാം കൈലാസത്തിൽ ലഭിച്ചിട്ടുണ്ടോ? നോക്കൂ, ഞാൻ ഇതിനെ പറ്റിയിട്ട് ആത്മനിഷ്ഠമായ അനുഭവങ്ങളെ പറ്റിയിട്ട് ഞാൻ അങ്ങനെ ഊന്നി പറയാത്ത ഒരാളാണ്. കാരണം നമ്മുടെ ഒരു സനാതന ധർമ്മത്തിന്റെ വിശ്വാസം അനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700-800 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ 800 കോടി ജനങ്ങൾക്കും ഞാൻ പറയുന്ന പ്രോസസ്സിൽ കൂടി പോയാലേ നിങ്ങൾ സൃഷ്ടാവിലേക്ക് എത്തൂ, നിങ്ങൾക്ക് മോക്ഷം കിട്ടൂ, നിങ്ങൾക്ക് പുണ്യം കിട്ടൂ എന്നുള്ള ഒരു രീതി അനുശാസിക്കുന്നവരല്ല നമ്മൾ. 800 കോടിക്കും 800 മാർഗങ്ങളായിരിക്കും. അപ്പൊ 800 സാൽവേഷൻ മെത്തേഡ്സ്, മോക്ഷത്തിലേക്കുള്ള 800 കോടി മാർഗങ്ങൾ ഉണ്ടായിരിക്കണം 800 കോടി ജനങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഓരോ സ്പന്ദിക്കുന്ന ജീവനും അതിന്റെ സൃഷ്ടാവിലേക്കുള്ള ആശയവിനിമയം എന്ന് പറയുന്നത് അവരുടേതായ രീതിയിലാണ്. ഇപ്പൊ നമ്മൾ മനുഷ്യരെല്ലാവരും പറയുമ്പോൾ ഹോമോസാപ്പിയൻസ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളിൽ ഓരോരുത്തരും എത്രമാത്രം വ്യത്യസ്തരാണ്. ഒരാളെ പോലും മറ്റൊരാളില്ല. ഈവൻ സയാമി ഇരട്ടകൾ പോലും ഒരുപോലെയല്ല. ശാരീരികമായ പ്രത്യേകത ഉണ്ടെങ്കിൽ അവരുടെ ചിന്താഗതികളിലും അവരുടെ കാഴ്ചപ്പാടിലും അവരുടെ വീക്ഷണങ്ങളിലും ഒക്കെ തന്നെ വ്യത്യസ്തം ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ വളരെ അധികം വ്യത്യസ്തമായ എല്ലാം നോക്കൂ, പൂവുകൾ ഒരേ ജനുസിൽപ്പെട്ട പൂവുകൾ എടുത്തു, ഓരോരോ പൂവും വ്യത്യസ്തമാണ്. ഒരു മൂലകത്തിന്റെ 2 ആറ്റങ്ങൾ എടുത്താൽ അത് രണ്ടും ടെക്നിക്കലി സയന്റിഫിക്കലി അത് ശരിയാണെങ്കിൽ പോലും അത് വ്യത്യസ്തമാണ്. അപ്പൊ ഇത്രയേറെ വൈവിധ്യം സൃഷ്ടിയിൽ നിറച്ചു വെച്ച പ്രപഞ്ചനാഥൻ എന്ന് തന്നെ പറയും. ഈ പ്രപഞ്ചനാഥൻ എന്നെ പ്രാർത്ഥിക്കാൻ മാത്രം നിങ്ങൾ ഒരേ മെത്തേഡ് ഉപയോഗിക്കണമെന്ന് പറയാൻ യാതൊരു സാധ്യതയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആൾ പറയാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ എനിക്ക് കണക്ട് ചെയ്യും. അപ്പോൾ കൈലാസ യാത്രയിൽ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ പോകുന്നത് ഒരു യുക്തിവാദി എന്നുള്ള രീതിയിലാണ്. ഞാൻ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ്, അല്ലെ ശിവഭക്തനായിട്ടല്ല ഞാൻ ആ യാത്രയ്ക്ക് പോകുന്നത്. അപ്പൊ അവിടെയും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന ശിവഭക്തി എന്നുള്ളതിനേക്കാൾ ഉപരി ആദ്യം വരുന്നത് നമ്മുടെ യുക്തിക്ക് അതീതമായ പലതും ഈ ലോകത്ത് നടക്കേണ്ടെന്നുള്ള തിരിച്ചറിവാണ്. എപ്പോഴും ഞാൻ ആവർത്തിക്കുന്ന കാര്യമാണ്, യുക്തിഭദ്രമായിരിക്കണം എന്തും എന്ന് പറയുന്ന നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് വളരെ മൂഢമായൊരു വിശ്വാസമാണ്. കാരണം നമ്മുടെ യുക്തി എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമായ അറിവുകൾ വെച്ചുകൊണ്ടുള്ള യുക്തിയാണ്. ആ യുക്തി വെച്ചിട്ടാണ് നമ്മൾ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും ഈ ബോക്സിന്റെ ഉള്ളിലേക്ക്, എൻ്റെ യുക്തിയുടെ ഈ പെട്ടിയുടെ ഉള്ളിൽ ഒതുങ്ങണം എന്ന് വാശി പിടിക്കുന്നു. അത് തന്നെ എത്രയോ ബാലിശാണ്. ഇപ്പൊ ഓരോ ദിവസവും നമ്മുടെ അറിവുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പ്രപഞ്ചത്തെ പറ്റിയുള്ള നമ്മുടെ അറിവ് പോലും ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അവസ്ഥയിൽ നമ്മുടെ യുക്തി എന്ന് പറയുന്ന ബോക്സ് എടുത്തു കളയാന്നുള്ള പ്രോസസ്സാണ് കൈലാസ യാത്രയിൽ എനിക്ക് ആദ്യമായിട്ട് നേരിടേണ്ടി വന്നത്. ഞാൻ ചിന്തിച്ചിരുന്ന യുക്തിക്ക് അതീതമായ കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. അതെന്റെ കൺമുമ്പിലാണ് കാണുന്നത്. മറ്റൊരാളുടെ ഒരു സാക്ഷ്യം പറച്ചിലിന്റെ ആവശ്യമില്ലാതെ കാണാൻ സാധിച്ചപ്പോൾ അവിടെ നിന്നാണ് നമ്മളുടെ ഈ പറയുന്ന യുക്തി കൊണ്ട് ബന്ധിക്കപ്പെട്ട നമ്മുടെ കാഴ്ചപ്പാടുകൾ തുറക്കുന്നത്.
അങ്ങനെ കാഴ്ചപ്പാടുകൾ തുറന്നു കഴിയുമ്പോൾ ഞാൻ പറയുന്നത് ശിവൻ എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, ശിവൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു രൂപമൊക്കെ വേണം, ആലോചിക്കാൻ എളുപ്പത്തിന് നമുക്ക് രൂപമൊക്കെ വേണം. അതായത് ഇപ്പൊ നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലുള്ള വളരെ മസ്കുലൻ ആയിട്ടുള്ള നീല നിറം ഉള്ള ശരീരവും സുന്ദരമായ മുടിയൊക്കെയുള്ള ഒരാളുടെ രൂപം നമുക്ക് വേണം. പക്ഷേ ശിവൻ എന്ന് പറയുന്നത് നമ്മളിൽ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും ആധ്യാത്മികമായ ഒരു തിരിച്ചറിവ് തുടങ്ങുന്നതിനെയാണ് ശിവൻ എന്ന് പറയാവുന്നത്. നമ്മളിലേക്ക് ശിവൻ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അന്വേഷണങ്ങൾ ആരംഭിക്കുന്നു, ആധ്യാത്മികമായ തിരിച്ചറിവിലേക്ക് വരുന്നു. ഈ ആധ്യാത്മികമായ തിരിച്ചറിവിൽ നിന്നാണ് കൈലാസ യാത്രയിൽ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ശിവൻ സംഭവിക്കുന്നത്. ഇനി വരുന്നതിൽ നമുക്കിപ്പോ ശിവൻ അനുഭവവേദ്യമാകുന്ന പല രീതികൾ ഉണ്ടായിരിക്കും. ഇപ്പൊ എനിക്ക് മുമ്പ് പോയ ഒരാള് ഒരു സ്ഥലത്ത് ശിവനിൽ നിന്നുള്ള ഒരു ചൈതന്യം ആൾക്ക് അനുഭവപ്പെടുന്നത് ആയിരിക്കില്ല എനിക്ക് വരുന്നത്. എനിക്ക് മുമ്പ് പോയ ആളുടെ ചൈതന്യം ഇതായിരുന്നു കൊണ്ട് എനിക്ക് ഇങ്ങനെ തന്നെ വരണം എന്ന് നമുക്ക് വാശി പിടിക്കാനും പറ്റില്ല. അപ്പോൾ ആത്മനിഷ്ഠമായ അനുഭവങ്ങൾ ഞാൻ പൊതുവിൽ കുറച്ചാണ് പറയാറുള്ളത്. കൂടുതൽ പറയാറുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരും പോകുമ്പോൾ അവരിലേക്ക് ശിവൻ എങ്ങനെ വരുന്നു എന്നുള്ള അനുഭവം അവരവരുടേതായിരിക്കട്ടെ എന്നുള്ളതാണ്. അത് അതിനൊരു പൊതുവൽക്കരണം കൊണ്ടുവന്നാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം അതിന് കിട്ടിയോണ്ടില്ലേ. എനിക്ക് ഇങ്ങനെ കണ്ടു അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ കാണണമെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന പ്രപഞ്ച തത്വത്തിനെതിരെ പോവാണ്. ഒരേ മാർഗത്തെ കൂടെ ആയിരിക്കും നിങ്ങളിലേക്ക് ശിവൻ വരിക എന്ന് വാദിക്കുന്നത് മൂഢത്താണ്. കാരണം നിങ്ങളിലേക്ക് ശിവൻ വരുന്നതും എന്നിലേക്ക് ശിവൻ വരുന്നതും എനിക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനുഭവവേദ്യമാകുന്നതും നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നതും രണ്ട് രീതിയിലായിരിക്കും. രണ്ട് രീതിയിലായേ പറ്റൂ. ഒരേപോലെ വരും. ഞാൻ ഇന്നാള് പോയ വഴി കൂടെ അതേപോലെ നടന്നു, എനിക്ക് ശിവൻ അങ്ങോട്ട് വന്ന പോലെ തന്നെ വരണം എന്ന് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെമറ്റിക് ആയി. ഇതാണ് വഴി, ഇത് തന്നെ സംഭവിക്കണം എന്ന് പറയുന്നത് ബാലിശാണ്. അങ്ങനെയല്ല സംഭവിക്കാം. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, എന്റെ യുക്തിചിന്തയുടെ ഒരു കെട്ടുപാടുകൾ എന്റെ ബോധമണ്ഡലത്തിന് ഉണ്ടായിരുന്നു. അതിനെ എടുത്തു കളയാണ് ആദ്യം ഉണ്ടായത്. അതിന് വേണ്ട വസ്തുതകൾ എന്റെ മുമ്പിൽ വന്നു. പിന്നീട് എല്ലാം ശിവൻ തന്നെയാണ്. നമ്മുടെ ഈ യുക്തിചിന്തയുടെ ഒരു മാറാപ്പ് നമ്മുടെ ചുമലിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ പിന്നെ കാണുന്ന എല്ലാം ശിവാണ്, അറിയുന്ന എല്ലാം ശിവനാണ്. പിന്നെ നമ്മളിലേക്ക് വരുന്ന എല്ലാ ദർശനങ്ങളും ശിവനാണ്. പിന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ ശിവൻ എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തും. അതിലേക്ക് എത്തും. നമ്മുടെ യാത്രയിൽ ഒരു 80% പേരെങ്കിലും ആ ലെവലിലേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ യാത്രകൾ പ്ലാൻ ചെയ്തത്. നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുക, സ്വതന്ത്രമായി അവർക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുക. ഇതാണ് അവസ്ഥ. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അതിനെ അനുഭവിക്കാൻ തയ്യാറായിട്ട് പോവാം. ഒരിക്കലും മറക്കാതിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സഞ്ചരിക്കാൻ പോകുന്നത് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ശക്തി സ്രോതസ്സായിട്ടുള്ള കൈലാസത്തിലേക്കാണ്. അപ്പൊ അവിടെ നിങ്ങളുടെ മനസ്സിന്റെയും ആധ്യാത്മികതയുടെയും ഒക്കെ വാതിലുകൾ തുറന്നിടുക. ആ വെളിച്ചം, ആ ഊർജ പ്രഭാവം നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, കൈലാസ ദർശനത്തിന് ശേഷം തിരിച്ചു വരുന്ന ആൾക്കാരിൽ വലിയൊരു വ്യത്യാസം അവരുടെ സ്വഭാവത്തിൽ. ഇപ്പോൾ ആദ്യമായിട്ട് ട്രിപ്പിലൊക്കെ വരുന്ന പലരും എനിക്ക് ആ സൗകര്യം വേണം, ഈ സൗകര്യം വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ തിരിച്ചു വരുന്ന സമയമാകുമ്പോഴേക്കും ആ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭൗതികവാദപരമായിട്ടുള്ള അവരുടെ ശാഠ്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് ഇതിനൊന്നും വലിയ അർത്ഥമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവരിലേക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. പലരും എന്നോട് വിളിച്ച് പറയാനുള്ള സംഭവം, ഞങ്ങള് വളരെ ബിസി ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഒക്കെയാണ് നമ്മുടെ കൂടെ വരുന്നത്. അത്ര തിരക്കാണ് അവർക്ക്. കാലത്തൊട്ട് വൈകുന്നേരം വരെ അവര് ബിസിനസ് ആയാലും അവരുടെ തൊഴിലായാലും വളരെ ഹാക്ടിക് ആയി ഇതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നുള്ള രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പലരും തിരിച്ചു വന്നതിന് ശേഷം എന്നോട് പറയാറുള്ളത്, ഒരാഴ്ച എനിക്ക് തിരിച്ച് ഇപ്പൊ വക്കീലന്മാരാണെങ്കിൽ പറയാം എനിക്ക് ഒരാഴ്ചയായിട്ട് എനിക്ക് തിരിച്ച് കോടതിയിൽ പോരാൻ തോന്നില്ല. ചില പറയും ഞാൻ ഓഫീസിൽ പോയിട്ടില്ല, ഞാൻ 2 ദിവസം പോയിരുന്നു, ഇങ്ങോട്ട് പോകുന്നു, എന്തിനീ കിടന്ന് വെപ്രാളപ്പെടണേന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് അവരിലേക്ക് വരുന്നത്. ട്രാൻസ്ഫോർമേഷൻ പല ലെവലിലാണ്, പല തലത്തിലാണ് വരുന്നത്. അപ്പൊ അവിടെ പോയി വരുമ്പോൾ നമുക്കൊരു റിയലൈസേഷൻ വരും, നമ്മളെന്ന് പറയുന്നത് ഈ ഭൗതികമായ നിലനിൽപ്പ് മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് നേടേണ്ടത് സമ്പത്ത് അല്ലെങ്കിൽ ഭൗതിക സുഖങ്ങൾ മാത്രമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് തീർച്ചയായും കൈലാസയാത്രയിൽ വരും. ആത്മീയമായി. കാരണം വെച്ചാൽ നമുക്ക് ഇവിടെ വന്നതിന് പർപ്പസ് ഉണ്ട്. ഇത്തരത്തില് ഇപ്പൊ നമ്മൾ ചുറ്റുമുള്ള പല ജീവികളെ നോക്കാം, നമ്മള് എങ്ങനെ ഇതുവരെ എത്തി, നമുക്കുള്ള ഒരു വകതിരിവ് അല്ലെങ്കിൽ നമ്മുടെ ലഭ്യമായ ജ്ഞാനത്തെ മറ്റൊരു തലമുറയ്ക്ക് കൈമാറുന്ന രീതിയിലല്ല പ്രപഞ്ചം നടക്കുന്നത്. ഇപ്പൊ ഒരു തൂക്കണാങ്കുരുവി ഒരു കൂടുണ്ടാക്കുന്നത് കഴിഞ്ഞ 1 മില്യൺ വർഷങ്ങളായിട്ട് അവര് കൂടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അന്ന് എങ്ങനെ ഉണ്ടാക്കിയോ അതേ കൂട് തന്നെയാണ് ഇന്നും ഉണ്ടാക്കുന്നത്. അതിനകത്ത് വേറെ ടെക്നോളജിക്കൽ മാറ്റം വന്നില്ല. നമ്മൾ എങ്ങനെയായിരുന്നു വീട് പണിതിരുന്നത് അതിൽ നിന്ന് നമ്മൾ മാറി. ഈ ഒരു അഡോപ്റ്റബിലിറ്റി നമുക്ക് സ്വാംശീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. ആ കഴിവ് അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ദർശനങ്ങളെയും നമ്മുടെ ലക്ഷ്യങ്ങളെയും കാണുന്നത്. നമ്മളിവിടെ വന്നു, മറ്റുള്ളവരെ പോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒന്നാണ് സമ്പത്ത് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ ധീരുഭായ് അംബാനി ആയാലും ഇപ്പൊ അലക്സാണ്ടറെ നമ്മൾ
മഹാനാക്കിയതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷെ അദ്ദേഹം പോലും ഒരു വലിയ പാഠം ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചിട്ടാണ് പോയത്. അദ്ദേഹത്തിന്റെ ശവഘോഷയാത്ര പോകുമ്പോൾ 2 കൈകളും പുറത്തേക്ക് ഇട്ട് ആ 2 കൈകളും ശൂന്യമാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടാണ് പോയത്. അത് ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല. ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയ അലക്സാണ്ടർ പോലും ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഇല്ല. അപ്പൊ അതിപ്പോ നമ്മുടെ ഇവിടുത്തെ ധീരുഭായ് അംബാനി ആണെന്നുണ്ടെങ്കിലും അന്നത്തെ ഏറ്റവും വലിയ വ്യവസായിയായിരുന്നു. ടാറ്റ ആണെങ്കിലും ഒന്നും കൊണ്ടല്ല പോകുന്നത്. അപ്പൊ സമ്പത്ത് കൊണ്ടുപോകാൻ, മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ മനുഷ്യർക്ക് ആർക്കും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത്രയ്ക്ക് മൂടൻ ഉണ്ടാവാൻ വഴിയില്ല ഇന്നത്തെ കാലത്ത്. പിന്നെ എന്തിനാണ് ഈ ഓട്ടം? നമ്മള് പല സ്റ്റഡീസും കാണിക്കുന്നത് നമ്മൾ സമ്പാദിക്കുന്നതിന്റെ ഒരു 30% സമ്പത്ത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കി 70% നമ്മൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയാണ്. ഈ 70% വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വ്യാകുലതകളും, ടെൻഷനും, ഓട്ടവും ചാട്ടവും ഒക്കെ വരുന്നത്. ആലോചിക്കുക, 30% മാത്രമേ നമ്മളിപ്പോ നമ്മൾ സമ്പാദിക്കുന്ന പൈസയുടെ 30% നമ്മൾ സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓട്ടത്തിന്റെ ഒന്നും ആവശ്യമില്ല. അത്രയും നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ള നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ അവിടെ തലമുറയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് പ്രസക്തമായ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന പൈസയുടെ വാല്യൂ അടുത്ത തലമുറ, നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തെ സാക്രിഫൈസ് ചെയ്ത് അതിന്റെ നല്ല നിമിഷങ്ങളെ മുഴുവൻ ബലി കഴിച്ചുകൊണ്ട് സമ്പാദിക്കുന്ന പൈസ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഈ പൈസയുടെ വാല്യൂ അത്രയ്ക്ക് അനുഭവപ്പെടുന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ, എൻ്റെ ചില ബന്ധുക്കളൊക്കെ എൻ്റെ കൂടെ ബോംബെയിൽ ഉണ്ടായിരുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഒരു ജീവിതകാലത്തെ എല്ലാ വിനോദങ്ങളും, എല്ലാ തരത്തിലുള്ള മാനസികമായി ഉല്ലാസം തരുന്ന എല്ലാ പ്രക്രിയകളും മാറ്റിക്കൊണ്ട് പൈസ സമ്പാദിച്ചെടുത്ത് വെക്കണം എന്ന് വെച്ചാൽ, ആ കാലത്ത് ഈ പറയുന്ന പോലത്തെ ശമ്പളങ്ങളുള്ള കാലഘട്ടമല്ല. അതും കണക്കിലെടുക്കണം. ഇന്നിപ്പോ ഒരു IT മേഖലയിലൊക്കെ ഒരു ജോലി തുടങ്ങുന്ന ഒരാൾക്ക് കിട്ടുന്ന ശമ്പളമായിരിക്കും പലർക്കും ചിലപ്പോൾ അന്നത്തെ കാലത്ത് റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷം കിട്ടുന്നു. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അവര് കരുതി വെച്ച പൈസ അടുത്ത തലമുറയിലേക്ക് എത്തുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു നല്ല കാറ് മേടിക്കാൻ തികയുന്നുണ്ടാവില്ല. നല്ല കാറ് മേടിക്കാൻ എനിക്ക് 15 ലക്ഷം വേണം. എൻ്റെ കഴിഞ്ഞ തലമുറ അവരുടെ ജീവിതത്തിലെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് സമ്പാദിച്ചിട്ടുണ്ടാക്കിയ പൈസ ചിലപ്പോൾ 10 ലക്ഷം ആയിരിക്കും. അപ്പൊ ആ 10 ലക്ഷം കൊണ്ട് എനിക്ക് യൂസ് വരാത്തൊരു ഒരു അന്തരം വരുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. അത് മാത്രമല്ല, നമ്മൾ വളരെ പ്രസിദ്ധമായ ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്. നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പൈസ സമ്പാദിക്കേണ്ട എന്ന് പറയുന്ന ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത തലമുറ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ സ്വയം ഉണ്ടാക്കിക്കോണം. ഇനി അവർ കഴിവില്ലാത്തവരാണെന്ന് വെക്കുക, നിങ്ങൾ എത്ര തന്നെ ഉണ്ടാക്കി വെച്ചാൽ അവരെ നശിപ്പിക്കും. അപ്പൊ അത് അടുത്ത തലമുറയ്ക്ക് പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അധികം ബുദ്ധിമുട്ടണം എന്നൊരു ചൈനീസ് പഴമൊഴി പഴയ കാലത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിവിടെയും പറയും. ഹിന്ദിയിലും നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് സാധാരണ കേൾക്കുന്നുണ്ട്. അഗർ വോ നാലായക് ഹൈ തോ വോ ഖുദ് ബനായെങ്കെ, അഗർ നാലായക് തോ ബർബാദ് കർ ദേംഗെ, ലായക് ഹൈ തോ ഫിർ ഖുദ് ബനായെങ്കെ, ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഇതുപോലെ ഇവിടെയും പറഞ്ഞ്, ഞാനൊക്കെ മലയാളത്തിൽ അധികം പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ ഇവിടെയും നമ്മുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാളി വീടുകൾ നോക്കും, നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് മാറേണ്ട ഒരു അവസ്ഥ വന്നാൽ, സ്ഥിരമായി നമ്മുടെ വീട്ടിൽ സ്റ്റീൽ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ അലമാരകളിൽ വളരെ മനോഹരമായ പോഴ്സലിൻ പാത്രങ്ങൾ ഇരിക്കുന്നുണ്ടോ? 10-30 വർഷം അത് അവിടെ ഇരുന്ന് അവസാനിച്ചു പോകുന്നല്ലാതെ ആ ജീവിതത്തിന്റെ ആ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു ധർമ്മം നമ്മൾ നോക്കില്ല. നമ്മളെല്ലായ്പ്പോഴും മറ്റൊരു സമയത്തേക്ക് വേണ്ടി എല്ലാം കരുതി വെക്കുന്ന ആൾക്കാരാണ്. അവസാന കാലഘട്ടത്തിലാണ് തിരിച്ചറിവ് വരുന്നത്. നമ്മൾ കരുതി വെച്ചുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിലെയാണ് ജീവിതം എന്ന് പറയുന്നത്. ഈ ഭാവിയിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറ തന്നെ ഭാവിയിലെ കൂടുതലാത്ത രീതിയിലാണ് പോകുന്നത്. അത് വേറെ വിഷയം. പക്ഷെ മനുഷ്യൻ എന്നുള്ള രൂപത്തിലേക്ക് വരുമ്പോൾ ധനസമ്പാദനത്തിന് അപ്പുറത്ത് നമുക്കൊരു ലക്ഷ്യം നിറവേറ്റാനാണ്. ആധ്യാത്മികമായിട്ട് നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ മഹാഭാരതം നമുക്ക് പറയാറുണ്ട്. മഹാഭാരതത്തിലുള്ള അറിവുകൾ ലോകത്ത് എവിടെ പോയാലും നമുക്ക് മഹാഭാരതത്തിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. എന്നാൽ മഹാഭാരതത്തിൽ ഇല്ലാത്ത ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല. അപ്പൊ അതിൽ നമ്മൾ ധൃതരാഷ്ട്ര പറയുമ്പോൾ പൊതുവിലായിട്ട് എല്ലാവരോടും പറയാറുള്ള സാധനം, ധൃതരാഷ്ട്രക്ക് 2 തരത്തിലുള്ള അന്ധതയുണ്ട്. ആ 2 തരത്തിലുള്ള അന്ധത എന്ന് പറയുന്നത്, ഒന്ന് അദ്ദേഹത്തിന്റെ പുത്രസ്നേഹം കൊണ്ട് വന്നിട്ടുള്ള അന്ധതയാണ്. മറ്റേത് ജന്മനുള്ള അന്ധതയാണ്. അദ്ദേഹത്തിന് കണ്ണ് കാണില്ല എന്നുള്ളത്. അതിലുള്ള ജന്മവുമായി ബന്ധപ്പെട്ട ഒരു കഥയിൽ അദ്ദേഹത്തിന് കണ്ണ് കാണില്ല. പിന്നീടുള്ള അന്ധത എന്ന് പറയുന്നത് പുത്രസ്നേഹം കൊണ്ട് വന്നിട്ടുള്ളതാണ്. കൗരവ സദസ്സിൽ നടക്കുന്ന പല അതിക്രമങ്ങളേക്ക് നേരെ അദ്ദേഹം കണ്ണടയ്ക്കുന്നത്, ധർമ്മത്തിന് നേരെ കണ്ണടയ്ക്കുന്നത് പുത്രവാത്സല്യം കൊണ്ടാണ്. ദുര്യോധനോടുള്ള അമിതമായ പുത്രവാത്സല്യമാണ്. അപ്പൊ എന്നിട്ട് പോലും ഒരു സ്വകാര്യ സംഭാഷണത്തിന്റെ ഇടയിൽ ദുര്യോധനോട് അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കുന്നത്, വളരെ ദുർബലമായിട്ട് കിട്ടുന്ന മനുഷ്യജന്മം കിട്ടിയാൽ നീ നിവൃത്തിപഥത്തിന് വേണ്ട പ്രവർത്തികൾ ചെയ്യണം എന്നാണ് പറയുന്നത്. നിവൃത്തിപഥം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. അപ്പൊ ഈ മോക്ഷത്തിലേക്കുള്ള വഴികൾ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതിന്റെ പ്രധാന വസ്തുത എന്താണെന്നുണ്ടെങ്കിൽ, മനുഷ്യൻ രാജ്യത്തിന്, ദുര്യോധനാണെങ്കിൽ രാജ്യാധികാരം കിട്ടാൻ വേണ്ടിയിട്ട്, സമ്പത്തിന് വേണ്ടിയിട്ട് ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്, അംഗീകാരം കിട്ടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, നീ മോക്ഷത്തിന് വേണ്ട കാര്യങ്ങൾ കൂടി ചെയ്യണം.
നീ സമ്പാദിക്കണം എന്ന് പറയുന്നില്ല, നാളെ മുതൽ നിങ്ങൾ പണി ഉപേക്ഷിച്ച് വീട്ടിലിരുന്ന് ധ്യാനിക്കണം എന്ന് ആരും പറയുന്നില്ല. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഗാർഹസ്ഥ്യാശ്രമത്തിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മനുഷ്യജന്മത്തിന്, ഒരു പക്ഷേ ഒരു മൃഗത്തിന്റെ ജന്മത്തിന് സാധ്യമാവാത്ത അത്രയും സാധ്യതകളുള്ള ഒന്നാണ് മനുഷ്യജന്മം. ആ മനുഷ്യജന്മത്തിൽ നമ്മുടെ ഈ സംസാര ചക്രത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ട പ്രവൃത്തികൾ വേണം എന്നുള്ള ഉപദേശം കൂടിയും വരുന്നുണ്ട്. അപ്പൊ അന്ന് കാലത്ത് അത് പറഞ്ഞിരുന്നത് കഥകളുടെ രൂപത്തിലും സാരാംശങ്ങളുടെ രൂപത്തിലും ആയിരുന്നു. ഇന്ന് നമ്മൾ കുറെ കൂടി തുറന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം അന്നത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം എന്തൊരു അറിവും കൊടുക്കേണ്ടത് കഥകളുടെ രൂപത്തിലോ അല്ലെങ്കിൽ മനോഹരമായ ഉദാഹരണങ്ങളുടെ രൂപത്തിലോ കൊടുത്താൽ അവർക്കത് കൂടുതൽ ഉൾക്കൊള്ളാൻ സാധിക്കും. പഞ്ചതന്ത്ര കഥകൾ പോലെ എല്ലാം പഞ്ചതന്ത്രം എന്ന് പറഞ്ഞാൽ ധർമ്മോപദേശം തന്നെയാണ്. സാരാംശങ്ങൾ മുഴുവൻ ധർമ്മമാണ്. അപ്പൊ ഞാനൊക്കെ ആദ്യം വായിച്ച പുസ്തകം എന്ന് പറയുന്നത് ചിലപ്പോൾ പഞ്ചതന്ത്രം. കാരണം വീട്ടില് പുസ്തകങ്ങളുടെ ഒരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പൊ അധികം പുറത്തിറങ്ങി കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള വീടുകളായിരുന്നു. അപ്പൊ നമ്മളൊക്കെ വായനയിലാണ് നമ്മള് നമ്മുടെ എന്റർടൈൻമെന്റ് കണ്ടെത്തിയിരുന്നത്. അപ്പൊ പഞ്ചതന്ത്രത്തിലേക്ക് ഓരോ കഥയും നമുക്ക് ബൈഹാർട്ടായിട്ട് പറയാം. അപ്പൊ കുട്ടിക്കാലത്ത് നമ്മൾ കഥ എന്ന രൂപയെ വായിച്ചിരുന്ന പലതും നമ്മുടെ ഉള്ളിൽ ധർമ്മത്തിന്റെ ബീജം വിതയ്ക്കുകയായിരുന്നു എന്നുള്ളത് പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അത് ചെയ്യരുത് എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന എന്താണ്? ഈ ധർമ്മമാണ്, ഈ ധർമ്മ ബോധമാണ്. അപ്പൊ ഇതുപോലെ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യാവുന്ന നല്ല പ്രവൃത്തികൾ ചെയ്യണം, മോക്ഷത്തിലേക്കുള്ള വഴി ചെയ്യണം. അതിനൊരു പ്രധാന മാർഗം തീർത്ഥാടനമാണ്. കാലദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിവിലേക്ക് വരികയാണ്. നിങ്ങൾ തിരിച്ചറിവിലേക്കാണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഇരിക്കുമ്പോൾ ആ ചുറ്റുവട്ടത്ത് കിടന്ന് കാണുന്ന സാധനങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ചിന്തകൾ ഇടുങ്ങി പോകുന്നത്. നമുക്ക് അപ്പുറത്തുള്ള സംസ്കാരങ്ങളെ കാണുമ്പോൾ, നമുക്ക് അപ്പുറത്തുള്ള ലോകം കാണുമ്പോൾ, നമുക്ക് അപ്പുറത്തുള്ള ജീവിതങ്ങളെ കാണുമ്പോൾ അതിനേക്കാൾ വലിയൊരു തിരിച്ചറിവ് മനുഷ്യന് വരാനില്ല. അപ്പൊ സഞ്ചാരികളാണ് ലോകത്തെ ഒരു പക്ഷെ ലോകത്തെ പരസ്പരം സംസ്കാരങ്ങൾ കൈമാറാൻ വേണ്ടി പഠിപ്പിച്ച ആൾക്കാർ. അതിനുശേഷം വ്യാപാരികൾ വരുന്നു. ഇന്ന സ്ഥലത്ത് പോയാൽ സ്വർണം കിട്ടുന്ന ആദ്യം പറയുന്നത് ചിലപ്പോൾ ഒരു സഞ്ചാരി ആയിരിക്കും, ഒരു വ്യാപാരി ആയിരിക്കില്ല. അതിനുശേഷം ആ സ്ഥലത്തെ അന്വേഷിച്ചിട്ട് വ്യാപാരി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തില് ദേശാടനം ചെയ്തിരുന്ന സഞ്ചാരിമാര് അവരുടെ യാത്രകളെ, ഞാൻ എല്ലാ യാത്രകളും ഇപ്പൊ ഈവൻ നമ്മള് ഒരു വിനോദസഞ്ചാരം, തീർത്ഥയാത്ര എന്ന് പറയുന്നത് എന്റെ കമ്പനി ഒരിക്കലും വിനോദസഞ്ചാര യാത്രകൾ നടത്തുന്നില്ല. എല്ലാം തീർത്ഥയാത്രകളുള്ളൂ. അവർ നമ്മളെ വിളിക്കുന്ന ആൾക്കാരോടും തീർത്ഥയാത്രയെ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ കണക്കാക്കുന്നത് ഒരു തീർത്ഥയാത്ര എന്ന് പറയുന്ന എല്ലാ യാത്രയും തീർത്ഥയാത്രയാണ്. കാരണം അടിസ്ഥാനപരമായി തീർത്ഥയാത്രയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒന്നുകൂടി സ്ഫുടം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ യാത്ര ചെയ്യുന്നത് വിനോദത്തിനാണെങ്കിൽ പോലും അതിന്റെ ഓരോ ഘടകത്തിലും ഓരോ നിമിഷത്തിലും നിങ്ങളിലേക്ക് പുതിയ അറിവുകൾ വരുന്നുണ്ട്. നിങ്ങളെക്കാൾ വലുതാണ് ഈ ലോകം എന്നത് തിരിച്ചറിവ്. നമ്മുടെ പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ വലുതായിട്ട് ചിന്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ ഞാനും നീയും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാനും നീയും നമ്മളെക്കാൾ വലുതായ ഒരു സംഭവം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനായി. അപ്പൊ ആ തിരിച്ചറിവ് വരുന്നത് തീർത്ഥാടന യാത്രകളിൽ കൂടിയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നോക്കിയാൽ എല്ലാ യാത്രകളും തീർത്ഥാടനമാണ്. അപ്പൊ തീർത്ഥാടനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ യാത്ര എന്ന് പറയുന്നത് കൈലാസയാണ്. കാരണം ഭൂമിയും സ്വർഗലോകവുമായിട്ടുള്ള ഏക കണ്ണി എന്ന് പറയുന്ന കൈലാസം. അങ്ങനെ ത്രിമൂർത്തികൾ എന്ന് പറയുന്നതിലും മറ്റുള്ള ഏത് ദേവലോകം എടുത്താൽ പോലും ഭൂമിയിൽ താമസിക്കുന്ന ഏക ഈശ്വരൻ എന്ന് പറയുന്നത് ശിവനാണ്. ബാക്കിയെല്ലാം ഗഗനചാരികളാണെന്നാണ് വെപ്പ്. അത് ഒരു മതത്തിലല്ല, മിക്കവാറും എല്ലാ മതങ്ങളും എടുത്തോളൂ, എല്ലാറ്റിലും ഭൂമിക്ക് മുകളിലുള്ള വിധാനത്തിലാണ് ഈ പറയുന്ന ഈശ്വരന്മാരൊക്കെ ഇരിക്കുന്നത്. എല്ലാ മതങ്ങളിലും നോക്കിക്കോളൂ. കാരണം അവരൊന്നും നമുക്ക് ഭൂമിയിൽ അവൈലബിൾ അല്ല, ഭൂമിയിൽ ലഭ്യമായ ആൾക്കാരല്ല. അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ വന്ന് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടാവും, പക്ഷെ അവര് അവൈലബിൾ അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ത്രിമൂർത്തികളിൽ ഏറ്റവും പരമപ്രധാനമായ സംഹാരം എന്ന് പറയുന്നത് അജ്ഞതയുടെ സംഹാരമാണ് കേട്ടോ, അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇടിച്ചു തകർക്കുന്നതല്ല. അപ്പൊ സംഹാരത്തിന്റെ മൂർത്തിയായിട്ടുള്ള ശിവൻ താമസിക്കുന്ന തന്നെ ഭൂമിയിലാണ്. അപ്പൊ ആ ഒരു ഭാഗ്യം നമുക്കുണ്ട്, ആ ഒരു ദർശന ഭാഗ്യം. അപ്പൊ ആ ഒരു പ്രദേശത്തേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ അത് ഏറ്റവും മാത്രമായ തീർത്ഥാടനമാണ്. ആ യാത്രയാണ്. ആ യാത്ര നിങ്ങളെ പരിഷ്കരിക്കണം, അത് നിങ്ങളെ മോക്ഷത്തിലേക്കുള്ള മാർഗത്തിലേക്ക് നയിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത് അവിടെ ഒരിക്കൽ പോയി വന്നാൽ അതിന്റെ സത്ഫലങ്ങൾ അനുഭവിച്ച ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും.